എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് എന്ന ഗാനത്തിൻ്റെ അനുപല്ലവിയും ചരണവുമാണ് ഇന്ന് പഠിക്കുന്നത്. അനുപല്ലവിയും ചരണവും ഒരേ സ്വരങ്ങൾ തന്നെയാണ്. അക്ഷരങ്ങളുടെ വ്യത്യാസത്തിൽ ചെറിയ വ്യത്യാസങ്ങളെ വരുള്ളൂ. ഇൻസ്ട്രുമെന്റിൽ വായിക്കുമ്പോൾ രണ്ടും ഒരേപോലെ റിപ്പീറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ അനുപല്ലവിയിലേക്ക് പോകുമ്പോൾ പൂത്തു നിന്ന കടമ്പിലേ മാമ പാപ പ പനി പദ പദമ മാമ പാപ പനി പദ പദമ പദ പദമ. അവിടെ ചെറിയതാ തന്നെയാണല്ലോ. മാമ പാപ പനി പദ പദമ പൂത്തു നിന്ന കടമ്പിലേ. പുഞ്ചിരിപ്പൂമൊട്ടുകൾ സെയിം തന്നെ ട്യൂൺ തന്നെയാണ്. അടുത്ത പുഞ്ചിരിപ്പൂമൊട്ടുകൾക്ക് മാമ പാപ പനി പദ പദമ പുഞ്ചിരിപ്പൂമൊട്ടുകൾ. അപ്പോൾ അത് വായിക്കാം. 1 2 3 1 2 3 4. അത് കഴിഞ്ഞിട്ട് ഓഫ് ബീറ്റ് വരും. 1 2 ആരാമ 1 2 ആരാമ പന്തലിൽ 1 2 ആരാമ പന്തലിൽ 1 2 മാപമാം 1 2 മാപമാമപമ 1 2 മാപമാമപമ ആരാമ ഗാരി സരി 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 പന്തലിൽ ഗാരി സരി 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 1 2 മാപമാമപമ ഗാരി സരി സരി സനി സരി സരി സനി 1 2 മാപമാമപമ ഗാരി സരി സരി സനി 1 2 1 2 വീണുപോയെന്നോ സനിനി സനിനി നിസ സാത്ത് അടുത്ത് നീമുള്ളും സനിനി വീണുപോയെന്നോ. സനിനി നമ്മൾ ഫ്ലൂട്ടിൽ വായിക്കുമ്പോൾ 2 മിനിറ്റാണ്. സനിനി മറ്റേ പാട്ടാകുമ്പോൾ വോക്കലാകുമ്പോൾ വീണു എന്ന് കിട്ടും. നമുക്ക് രണ്ട് സ്ഥലത്തായിട്ട് വളരെ എന്താ പറയുക ഫ്ലോയിൽ വായിക്കേണ്ടി വരും. അപ്പം വീണു എന്നോ മണ്ടു അപ്പൊ അത്രയും ഞാൻ വായിക്കാം. പൂത്തു നിന്ന കടമ്പിലേ അവിടുന്ന് തുടങ്ങാം. 1 2 3 1 2 3. എന്നിട്ട് വായിക്കാം 3 4.
അത് കഴിഞ്ഞിട്ട് മധുരം മില്ലാതെ നെയ്ത്തിരി മധുരമില്ലാതെ നെയ്ത്തിരി പരിരീരി മധുരമില്ലാതെ പരിരീരി രീഗരി രീമകരി മക മാട്ടച്ചു വരും ഫ്ലൂട്ട് കട്ടായപ്പോ രീമകരി പരിരീരി രീമകരി അങ്ങനെ വരും. ഒന്ന് വായിക്കാം. നാളമില്ലാതെ ദിഗ സ ദിഗ സ നീ എന്ന് പറയുമ്പോ സനിധനി പ സനിധനി സനിധനി പ സനിധനി വലിയതാ വരും. സനിധനി പ അവിടെ ഇതേപോലെ അനുസ്വരമായിട്ട് വരും. അപ്പം ഒന്ന് വായിക്കാം. പിന്നെ സ്വർണ്ണമാനുകളും പാടും കിളിയുമില്ലാതെ സ്വർണ്ണമാനുകളും അവിടെ സെയിം ട്യൂണാണെങ്കിലും പനി പരിരീരി സ്വർണ്ണ പനി പരിരീരി പനി പരിരീരി സരിഗമഗരിസ സരിഗമഗരിസ പാടും പനി പരിരീരി സരിഗമഗരിസ അങ്ങനെ വരും. കിളിയുമില്ലാതെ നീ കിളിയുമില്ലാതെ സ സ സ സ സ സ പ താഴേക്ക് നീയൻ. അപ്പൊ പരി പരിരീരി സരിഗമഗരി സ സ സ സ സ സ പ പ പ നീ പദനിധനീവ എന്നേകാൻ പദനിധനി പദനിധനി നീ പറയുമ്പോ സനീ വരും. പദനിധ സനീപം പാപ നീ നേകനായി ഏകനായി പദനിധനീപ സനീപ പദനിധ സനീപ ഏകനായി. അപ്പൊ നീയും പാപ പാപ പദനിധ സനീപ നീയും ഏകനായി. എന്തിനൻ പനിപ്പമക അവിടെ ശരിയാക്കാൻ വരും. പനിപ്പമക എന്തിനൻ മുന്നിൽ വന്നു സരിമാ പമരിജനെ മുന്നിൽ വന്നു
രി സരി മ പമ രി സനി. പനി നീർ പനി നീർമണം തൂകുമൻ തിങ്കളെ. പനി നീർമണം പനി സരി പമ പമ പനി സരി പമ പമ പനി നിർമണം. തൂകുമൻ 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 മരിരി ഗാരി സരീസനി മരിരി ഗാരി സരീസനി തൂകുമൻ. നീർമണം നീർമണം അല്ല സോറി തിങ്കളെ മാറിപ്പോയി. തൂകുമൻ തിങ്കളെ. പനി നീർമണം തൂകുമൻ തിങ്കളെ. 1 2 3 1 പനി സരി പമ പമ മരി ഗരി സരി സനി സ. ഒന്ന് അപ്പോൾ ഇതൊന്ന് ഞാൻ മുഴുവനായിട്ടൊന്ന് വായിക്കാൻ ശ്രമിക്കാം. അനുപല്ലവി ഇതിലങ്ങനെ റിപ്പീറ്റ് കാര്യമായിട്ടില്ല, വരികൾ നേരെ പോവാണ്. പല്ലവി അതുപോലെ തന്നെ വരികൾ മുഴുവൻ പോവാണ്. ട്യൂൺ റിപ്പീറ്റ് ഉണ്ടെങ്കിലും വരികൾ അങ്ങനെ ഒറ്റടിക്ക് പോവാണ്. അപ്പോൾ പൂത്തു നിന്ന കടമ്പിലെ അവിടെ നിന്ന് കൊടുക്കാം. 1 2 3 1 2 3. കൂടുതൽ വേണ്ടി ഒന്ന് വായിച്ചു നോക്കാം. 1 2 3 1 2 3. ഇത് ഇടയ്ക്കൊന്ന് ബ്രേക്കായി.
അപ്പം ഞാൻ സ്വർണ്ണമാനകളും മധുരമില്ലാതെ അവിടെ നിന്ന് വായിക്കാം. 3, 4. ഇങ്ങനെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കുള്ള പല്ലവി ആ 2 ലൈൻ മാത്രം. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്, അത്രയും മാത്രമേ വരുള്ളൂ. പിന്നെ അടുത്ത ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് സെയിം അനുപല്ലവി തന്നെ ചരണത്തിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യാൻ മതി. അവസാനം പല്ലവി വരുമ്പോൾ ആദ്യത്തെ പോലെ ഫുൾ പല്ലവി വന്നിട്ട് ആ 2 ലൈനും വരും. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി ഉണ്ണാഴി കനവ്, തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്, അങ്ങനെ വന്നേക്കും. അതാണ് ഇതിൻ്റെ അനുപല്ലവി. ബാക്കി ഫുൾ സോങ്ങിൻ്റെ ഭാഗങ്ങളും. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് സ്ലോ ആയിട്ട് നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്ത് വായിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഇതിൻ്റെ എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ എന്നെ താഴെ കാണുന്ന നമ്പറിൽ 9447200365 എന്ന നമ്പറിലേക്ക് വിളിച്ച് സംശയങ്ങൾ തീർത്താൽ എല്ലാം ഞാൻ കറക്റ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു, മനസ്സിലായി എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ച് നമ്മുടെ പ്രോഗ്രാം വിജയിപ്പിക്കണം. ഇത് 86ാമത്തെ ഗാനമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ വളരെയധികം ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി 87ാമത് ഒരു ഗാനവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.